ഗലാത്യർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ആ ഭാഗം ഇവിടെ ഉണ്ടോ നിങ്ങളുടെ വേദപുസ്തകത്തിനകത്ത്? എല്ലാവരും കണ്ടോ? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ആമേൻ. ആ ഭാഗം ഇങ്ങനെ പറയുന്നു: നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഹല്ലേലൂയ. അതിന്റെ മുൻപോട്ടുള്ള തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെയാണ് ആമേൻ കാണുവാൻ കഴിയുന്നത്. അതിന് 7-ാമത്തെ വാക്യം: ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നതിനെ തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. തൊട്ടു മുൻപിൽ പറയുന്നതും ഒരു കൊയ്ത്തിന്റെ കാര്യമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരോട് ഞാൻ ആ ഭാഗമല്ല എടുക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ തൊട്ടടുത്ത വാചനത്തിലോട് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നതിൽ ഒന്ന് പറഞ്ഞേച്ച് ഞാൻ അങ്ങോട്ട് വരാം. അവിടെ ഇങ്ങനെ പറയുന്നു: ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറയുന്നത് പാപ സ്വഭാവത്തിൽ നിന്ന് ദൈവത്തിന് ഹിതമല്ലാത്തതിനെ വിതയ്ക്കുന്നതിനെയാണ് പറയുന്നത്. ഈ ലേഖനം എഴുതപ്പെട്ടത് അവൻ പുറത്തുള്ളവർക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അവൻ വേദപുസ്തകത്തിനകത്ത് സുവിശേഷം പുറത്തുള്ളവർക്ക് രക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടതാണ്. പക്ഷെ ലേഖനം എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവസഭയിൽ ഉള്ള ഒരു വ്യക്തിയെ അവൻ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് അനുയോജ്യമുള്ളവരായി ദൈവഹിതത്തിനനുസരിച്ച് നടത്തുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? അതോ ഉറങ്ങിയോ? നിങ്ങൾ പുസ്തകം വായിച്ച് തീർന്നില്ലേ? ഇതുവരെ കഴിഞ്ഞോ? എല്ലാവരും ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇതാർക്ക് വേണ്ടി എഴുതിയതാ? സഭയ്ക്ക് വേണ്ടി. എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവസന്നിധി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, അവരെ യഥാവിധം ദൈവസന്നിധിയിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ലേഖന വേദഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവിടെ വായിക്കുന്നത് പോലും വചനം പഠിക്കുന്നവർ, വചനം പഠിപ്പിക്കുന്നവർ, വചനം കേൾക്കുന്നവർ, വചനത്താൽ ഉപദേശിക്കുന്നവർ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്തത്? മടുത്തു പോകും. നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് തൊട്ടടുത്ത് പറയുന്നു തളർന്നു പോകാതിരുന്നാൽ കൊയ്യും. ഹല്ലേലൂയ. തൊട്ട് മുൻപേ പറയുന്നു ജഡത്തിലാണ് വിതയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ നിന്നിട്ടും ദൈവഹിതമല്ലാത്തത് ചെയ്ത് പാപപ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാവത്തിൽ വീണുപോയാൽ വരുന്നത് ഒരിക്കലും നന്മയായിരിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം കാണുന്നത് നിങ്ങളുടെ പാസ്റ്റർ അല്ല, കാണുന്നത് മുമ്പിൽ നിന്ന് നിങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റർ അല്ല, കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന ലീഡേഴ്സ്മാരല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, കാണുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല, നമ്മൾ നടക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല. അവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ നിൽക്കുന്നത് കർത്താവായ ദൈവത്തിന്റെ മുൻപിലാണ്. അദ്ദേഹത്തിന്റെ കണ്ണിനെ, അവിടുത്തെ കണ്ണിനെ മറയ്ക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കണ്ണിനെ മൂടിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ പറയുമായിരിക്കും, എൻ്റെ അടുക്കലിരുന്ന് ആരാധിക്കുന്ന ഇന്ന വ്യക്തി അവൻ ഇന്ന കുറ്റം ചെയ്യുന്നു, വൈ നോട്ട് മീ? എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എന്ന ഒറ്റ ചോദ്യം വെച്ചിട്ട് പാപം ചെയ്യാൻ സ്വന്തമായി ഏൽപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇതെന്റെ പ്രസംഗ വിഷയമല്ല, പക്ഷേ ഇന്ന് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഹല്ലേലൂയ നന്നാകാൻ മനസ്സുണ്ടെങ്കിൽ നന്നായിക്കോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നോട് പിണങ്ങിയാലും എനിക്ക് വിഷയമല്ല. കാരണം ഹല്ലേലൂയ, ഇതെൻ്റെ ഡ്യൂട്ടിയാ, ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചോ, ദൈവസന്നിധി നിൽക്കുമ്പോൾ അടുത്തൊരു വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, അവർ ആലയത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായി, അവർ ചീത്തവാക്ക് പറയുന്നു, എന്തുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ? അവൻ സിഗരറ്റ് വലിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അവർ കള്ളം പറയുന്നു, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? അവർ തോന്നിയതുപോലെ നടക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? എന്നൊക്കെ പറഞ്ഞ് പാപത്തിന് വേണ്ടി നിങ്ങളുടെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, വചനം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് ഒരിക്കലും ആത്മാവിലല്ല, നിങ്ങൾ വിതയ്ക്കുന്നത് ജഡത്തിലത്രേ. അതുകൊണ്ട് ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. എനിക്കും നിങ്ങൾക്കും മാതൃക മനുഷ്യനല്ല. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും മാതൃക യേശുവാണ്. ഹല്ലേലൂയ. നമുക്കൊറ്റ റോൾ മോഡലേ ഉള്ളൂ, അത് ഈ ലോകത്തിന്റെ മനുഷ്യനല്ല. എനിക്കും നിങ്ങൾക്കുമുള്ള ഏക റോൾ മോഡൽ അത് നമ്മുടെ രക്ഷിതാവായ, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് തന്റെ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവാകയാൽ അദ്ദേഹം മാത്രമാ എന്റെയും നിങ്ങളുടെ റോൾ മോഡൽ. അതുകൊണ്ട് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി അവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് ജഡത്തിൽ വിതയ്ക്കാനല്ല. അവൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, ഞാൻ ജഡത്തിൽ വിതയ്ക്കത്തില്ല, ഞാൻ ആത്മാവിൽ വിതയ്ക്കാൻ പോവുക. പാപം ചെയ്യത്തില്ല, ഞാൻ കർത്താവിനോട് കൂടെ നടക്കാൻ പോവുക. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം, ഇതായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കി മനുഷ്യന്റെ പുറകെ പോകാനല്ല എന്നെയും നിങ്ങളെയും വിളിച്ചത്. അവരെന്ത് ചെയ്യുന്നു? മുൻ നടക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ വീഴും. മുമ്പ് നടക്കുന്നവർ, നിങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥനയിൽ വന്നവർ, ആമേൻ, ലോകത്തിലോട്ട് വീണു പോകുന്നവർ, അവരെ റോൾ മോഡൽ നോക്കിയാൽ നിങ്ങൾ വീഴും. വരുന്നത് നാശമായിരിക്കും. പിന്നെ സ്നാനപ്പെട്ടിട്ടും മണിക്കൂറുകൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ഒരു പ്രയോജനമില്ല. എന്നെ കേൾക്കുന്നോ? നിൽക്കുന്നേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വിശുദ്ധിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുക. നാവിനെ സൂക്ഷിക്കുക, പ്രവർത്തികളെ സൂക്ഷിക്കുക, ചിന്തകളെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, ചെവിയെ സൂക്ഷിക്കുക. ആവശ്യമില്ലാതെ കേൾക്കുന്നത് മാറുന്നില്ല, ആവശ്യമില്ലാത്തത് പറയുന്നവരുടെ നിന്ന് മാറുന്നില്ല. ദൈവഹിതമല്ലാത്തതാണെന്ന് തോന്നുമ്പോൾ കർത്താവിനോട് ക്ഷമ പറഞ്ഞ് ദൈവസ്ഥനിലേക്ക് മടങ്ങി വാ. അതല്ല എന്നുണ്ടെങ്കിൽ ജഡത്തിൽ നിന്ന് നിങ്ങൾ നാശത്തെ കൊയ്യുന്നവരായി തീരും. ഒരിക്കലും നമുക്ക് നിത്യജീവനിൽ പോകാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുക, വീണു പോകാനല്ല, ആത്മാവിൽ വിതയ്ക്കുന്നവരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ. ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയും, കർത്താവേ, ഞാൻ ജഡത്തിൽ വിതയ്ക്കത്തില്ല, മനുഷ്യനെ നോക്കത്തില്ല, ലോകത്തിൽ നോക്കത്തില്ല, ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ ഞാൻ നടക്കും. ഹല്ലേലൂയ. ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ കൊയ്യും. ഹല്ലേലൂയ. ആത്മാവിൽ വിതയ്ക്കണം. അത് നിങ്ങൾ ലോകത്തെ നന്മയായി വിതച്ചാലും, സമയമായി വിതച്ചാലും, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യമായി വിതച്ചാലും, കർത്താവിനോട് ചേർന്ന് നിന്ന് വിതയ്ക്കുന്നതിനെ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറയും. ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് വിതയ്ക്കുക, അത് നാശം കൊയ്യുന്നതാ. ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച്, ആമേൻ, ലോകപ്രകാരമാണ്. സമ്പത്ത് വിതച്ചാൽ സമ്പത്ത് ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ദൈവരാജ്യത്തിന് വിട്ടുകൊടുത്തോ, കർത്താവ് നിങ്ങളെ നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യം ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചോ, ദൈവം നിങ്ങളെ നടത്തും. മോശ ദൈവത്തിന് വേണ്ടി നിന്നു. 120 വയസ്സ് വരെ താങ്ങാൻ ആള് വേണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. 40 വയസ്സാകുമ്പോഴേ നിങ്ങൾ നടുവിന് കൈ കൊടുക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. അയ്യോ, കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, തലവേദന, ആമേൻ, രോഗമില്ലാത്തൊരു സ്ഥലമില്ലെന്ന് പറയുന്നവരായിരിക്കാം. ഞാൻ പറയും, ആരോഗ്യം കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി എന്തേലും ചെയ്യും. ഹല്ലേലൂയ. നടുവേദന ഉള്ളവർ വന്നങ്ങോട്ട്, ആമേൻ, ഇത്ര ദിവസം ഞാൻ ചർച്ച തൂത്തോളം വന്നവർ ചർച്ചിനകത്ത് വൃത്തിയാക്ക്, കർത്താവ് സുഖമാക്കട്ടെ. ഇവർ പറയുക, എളുപ്പ പണിക്ക് ചർച്ച് ക്ലീൻ ചെയ്യാൻ ആളന്വേഷിക്കാന്ന് കരുതിക്കോ. ഹല്ലേലൂയ. കാരണം ചെയ്യുന്നത് മനുഷ്യന് വേണ്ടിയെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യുക എന്ന് പറയണം. ആരോഗ്യം ദൈവത്തിന് ചെലവിട്ടാൽ അതേ ആരോഗ്യം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രാപിച്ച ആളാണ്. നിങ്ങൾ ഇത്രയും പ്രാഗൽഭ്യത്തോടെ പറയാൻ എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ കൊടുത്തു വാങ്ങിയ ആളാ. ഹല്ലേലൂയ. നടുവേദനയാന്ന് പറഞ്ഞപ്പോൾ
നടുവേദനയായിരുന്നു, കുനിയാൻ വയ്യ, ഒരു കാര്യം ചെയ്യാം. ഇപ്പോഴൊന്നല്ല, കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ, ഭയങ്കര നടുവേദന. ഇത് ഈ ചർച്ചല്ല, താഴത്തെ കുഞ്ഞു ചർച്ച. അന്ന് ചർച്ചിന് ഇടയ്ക്ക് കഴുക്കോല് തൂണ്, നമ്മുടെ മരത്തിലുള്ള തൂണ് നിർത്തിയിട്ടുള്ള കുഞ്ഞു ചർച്ചായിരുന്നു, ഓല കെട്ടിടം. ഹല്ലേലൂയ. നടുവേദന കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു 10 ഞായറാഴ്ച ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ ആ ചർച്ച് തൂത്ത് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അന്നോടെ മാറിയതാ നടുവേദന. ഹല്ലേലൂയ. ഇടയ്ക്ക് ചെറിയൊരു വിഷയം, ഒരു 1-2 ദിവസം ചെറിയൊരു അസ്വസ്ഥത കണ്ടിന്യൂസ് യാത്രയായപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ഹല്ലേലൂയ. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. എൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും, ഇത്രയും വിഷയങ്ങൾ, ഇത്രയും സ്റ്റെയറൊക്കെ ഞങ്ങൾക്ക് 3 ഫ്ലോറുണ്ട്. അപ്പോൾ ഏറ്റവും ഫ്ലോറിലാണ് ഞങ്ങളുടെ ക്ലാസ്. ഓരോ ക്ലാസ് കഴിയുമ്പോൾ താഴെ ഇറങ്ങി പോരണം. എന്നോട് ചോദിക്കും, ഇത്രയും ഇറങ്ങി കയറിയിട്ട് നിനക്ക് വിഷയമൊന്നുമില്ല? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കർത്താവിനെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ സൗഖ്യമാക്കിയതാ, നടുവിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പലരും വീഴുന്നെടുത്ത് കർത്താവിനെ നിർത്തി. ഞാൻ പറയാം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾ ആരോഗ്യത്തിൽ കൊയ്യും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ കൊയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ അനാവശ്യമായ ഹോസ്പിറ്റലുകളിലും ലോകത്തിൻ്റെ മണ്ഡലത്തിന് നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആരാന്നറിയാമോ? കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളവരുടെ അടുത്ത് പിണങ്ങല്ലേ. കർത്താവ് നിങ്ങളെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാതെ ലോകത്തിൽ നടക്കുന്നവരെ കൂടുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുത്തുന്നേ. പിണങ്ങില്ലല്ലോ. ഹല്ലേലൂയ. ചുമ്മാ കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കാര്യമായിട്ട് എടുത്തോ, ഇല്ലെങ്കിൽ തമാശ പറഞ്ഞാന്ന് പറഞ്ഞ് കളഞ്ഞേക്കണം. പിണങ്ങല്ലേ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് കൊടുത്താൽ ദൈവം തക്കതായി പ്രതിഫലം തരും. ഹല്ലേലൂയ. നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുത്തോ? ദൈവരാജ്യത്തിന് ഓടുവാൻ, ദൈവാലയത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ സമയം കൊടുത്തിട്ടുണ്ടോ? ദൈവം നിങ്ങൾക്ക് അതുപോലെ മടക്കി തരും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വിശ്വസ്തനാ. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഞാൻ എൻ്റെ പ്രസംഗ വിഷയത്തിലോട്ട് വരാം. ഇനി 15-20 മിനിറ്റ് ഇല്ല എനിക്ക് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ആ വാക്യം ഒന്ന് വായിച്ച്, നമ്മൾ വായിച്ച വാക്യം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ലോകപ്രകാരം എന്ന് വെച്ചാൽ സമ്പത്ത്, ആരോഗ്യം, നന്മ നമുക്ക് എന്ത് ചെയ്യാം? കർത്താവിന് വേണ്ടി കൊടുക്കാം. ഹല്ലേലൂയ. അതുപോലെ ഭൗതിക മണ്ഡലത്തിനകത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്ന് വെച്ചാൽ ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നന്മ ചെയ്യാൻ പറ്റും. നന്മ 2 രീതിയിലാണ്. ഒന്ന് ഭൗതിക മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട്, ഒന്ന് ആത്മീയ മണ്ഡലത്തിൽ കയറി നിന്ന് ഹല്ലേലൂയ ഒരാത്മാവിനെ ദൈവസ്ഥാനിലേക്ക് നേടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയോ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പറയുകയോ ഒക്കെ ചെയ്യുന്നത് നന്മയുടെ കൂട്ടത്തിലുള്ളത്. ഹല്ലേലൂയ. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മയിലുള്ളതാണ്. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതിരുന്നാൽ സമയത്ത് ഹല്ലേലൂയ നാം കൊയ്യും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൊയ്ത്തിന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ മേഖലകൾക്കകത്തും എല്ലാ സാഹചര്യങ്ങൾക്കകത്തും നമ്മൾ ദൈവസന്നിധിയിൽ വിതയ്ക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തുനിന്ന് കൊയ്ത്ത് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ വചനം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, തളർന്നു പോകരുത്. ഹല്ലേലൂയ. തളർന്നു പോകരുത്. അല്പസമയം ദൈവസന്നിധി നിന്നാൽ, ഉറച്ചുനാൾ ദൈവസന്നിധി നിന്നാൽ, കുറെ നാൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, നന്മയ്ക്ക് സമയമാകുമ്പോൾ, അനുഗ്രഹം വരാൻ സമയമാകുമ്പോൾ തളർത്തിക്കളയുവാൻ തക്കവണ്ണം പിശാച് നമുക്ക് വിരോധമായി എഴുന്നേൽക്കും. സാഹചര്യങ്ങൾ നമ്മൾ തളർത്തിക്കളയുവാൻ തക്കവണ്ണം നമുക്ക് വിരോധമായി എഴുന്നേൽക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, തളർന്നു പോകാതിരുന്നാൽ. ഹല്ലേലൂയ. തളർച്ച വരാൻ സാധ്യതയുണ്ട്, പക്ഷെ തളർന്നു പോകാതിരുന്നാൽ നാം തക്ക സമയത്ത് കൊയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തളർന്നു പോകാതിരുന്നാൽ നാം തക്ക സമയത്ത് കൊയ്യും. 3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞ് വേഗത്തിൽ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഏതൊക്കെ മണ്ഡലത്തിലകത്താണ് നമ്മൾ തളർന്നു പോകാതിരിക്കേണ്ടത്? ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥന
പ്രാർത്ഥനയിൽ തളരരുത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താ? പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. എന്താ കാര്യം? പലപ്പോഴും പ്രാർത്ഥിച്ച് 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 വിടുതൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഹല്ലേലൂയ. ഒത്തിരി നാളായല്ലോ, ഒത്തിരി വർഷങ്ങളായല്ലോ ഞാൻ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ദൈവം മറുപടി തരുന്നില്ല, എന്നെ മാത്രം കർത്താവിന് ഇഷ്ടമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം എനിക്ക് വിടുതൽ തന്നില്ല എന്ന് പറഞ്ഞ് മടുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. ഒന്ന്, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ചില വിടുതലുകൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയിൽ ചില വിഷയങ്ങൾ നമ്മൾ വിടുതൽ പ്രാപിച്ചെങ്കിലും തുടർച്ചയായി വരുന്ന ചില പ്രതികൂലങ്ങൾ നമ്മളെ തളർത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്നോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവരാ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. രണ്ട് തരത്തിൽ ക്ഷീണം വരാം. ഒന്ന്, പ്രാർത്ഥിച്ച് വിടുതൽ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. ഒത്തിരി നാളായി ഒരു വിഷയത്തിൻ്റെ പിന്നാലെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ആഗ്രഹിച്ച സമയത്തിനകത്ത് വിടുതൽ വന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിച്ചു ഒരു വിഷയത്തിനകത്ത് ജയമെടുത്തു, പ്രാർത്ഥിച്ചു അടുത്ത് വന്ന വിഷയത്തിനകത്ത് ജയമെടുത്തു, പ്രാർത്ഥിച്ചു വീണ്ടും ചില വിഷയങ്ങൾക്ക് ജയമെടുത്തു. പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഓവർകം ചെയ്ത് കടന്നു വരാൻ പറ്റാത്തതുപോലെ നമ്മൾ തളർന്നു പോയെന്ന് വരാം. ഹല്ലേലൂയ. അതിനുദാഹരണമാണ് ഏലിയാവെന്ന പ്രവാചകൻ. ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ച് വചനം ഗലാത്യർക്ക് ലേഖനത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ വചനം പറയുന്നു, ഏലിയാവ് ഒരു ശക്തിയുടെ പ്രവാചകനായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ആമേൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞ പുലിയായിരുന്നു ആള്. ഹല്ലേലൂയ. ശക്തിയുടെ പ്രവാചകനാ. പ്രാർത്ഥിക്കാൻ ഇരുന്ന മറുപടിയും കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആവണം നമ്മൾ, ഞാൻ ഉൾപ്പെടെ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ മറുപടിയും കൊണ്ടേ പുള്ളി എഴുന്നേക്കത്തുള്ളൂ. നമ്മളാണെങ്കിലോ 3 ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ലെങ്കിൽ ആമേൻ, കിട്ടിയാൽ നമ്മുടെ നാട്ടുഭാഷയുണ്ട്, കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ അത് തന്നെ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ വേണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ കിട്ടണ്ട, ഈ രീതി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഏലിയാവ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നില്ല. ഹല്ലേലൂയ. ഇരുന്നിട്ടുണ്ടോ വിടുതലുമായിട്ടേ ആളെഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ചില വിഷയങ്ങൾ നമ്മളെ തളർത്താൻ വരുമ്പോ, ചില വിഷയങ്ങൾ നമുക്ക് വിരോധമായി വരുമ്പോ പിശാച് പറയും നിനക്ക് വിടുതൽ തരത്തില്ല എന്ന് മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോ, ഹല്ലേലൂയ, തൻ്റെ ഇടത്തോടെ പറയണം, ഞാനൊരു സാധാരണ പ്രാർത്ഥനക്കാരിയല്ല, ഞാൻ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം പുള്ളി വിടുതലുമായിട്ട് എഴുന്നേറ്റിട്ടുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം പ്രാർത്ഥനയിൽ ദൈവം തനിക്കൊരു ദൂത് കൊടുത്തു. ദൂത് ഇങ്ങനായിരുന്നു, ഹല്ലേലൂയ, ഏലിയാവേ, നീ ചെന്ന് ആഹാബിന്റെ മുമ്പിൽ ചെന്ന് പറയ, നീ പറഞ്ഞല്ലാതെ ദേശത്തിനകത്ത് മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഹല്ലേലൂയ. ഏലിയാവിന് രാജാവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു. താൻ ധൈര്യത്തോടെ നെഞ്ചും വിരിച്ച് ആഹാബിന്റെ മുൻപിൽ ചെന്ന് നിന്നിട്ട് പറയുക, അല്ലയോ ആഹാബേ, ഞാൻ പറഞ്ഞല്ലാതെ ദേശത്തിനകത്ത് മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ആഹാബ് പരിഹസിച്ചു. ആഹാബ് പറഞ്ഞു, നീ പറഞ്ഞിട്ടാണോ ഏലിയാവേ മഴയുണ്ടാകുന്നേ? കരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുത്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയണം. അത് നിങ്ങൾ ആമേൻ ആമേൻ വീണു വിട്ടുപോകാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അടുത്തൊരു തലത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ തളരുന്നവരുണ്ടോ? നിങ്ങളെ കയറിയേ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ ഇത്രയും കേട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളെ കേൾപ്പിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. ആഹാബ് ചോദിക്കുക, നീ പറഞ്ഞിട്ടാണോ ഏലിയാവേ അവൻ ദേശത്തിനകത്ത് മഴ പെയ്യുന്നത്? പരിഹസിച്ചു അവൻ. പക്ഷേ 3.5 വർഷക്കാലമായപ്പോ ആഹാബിന് മനസ്സിലായി, ഏലിയാവ് ചില്ലറക്കാരനല്ല. ഹല്ലേലൂയ. ഏലിയാവ് ഒരു സാധാരണ മനുഷ്യനല്ല. കാരണം 3.5 വർഷമായി ആഹാബിന്റെ രാജ്യത്തിന്റെ മഴയുടെ കിളിവാതിൽ സ്വർഗം പൂട്ടി താക്കോൽ ഏലിയാവിന്റെ കൈയിൽ കൊടുത്തു. ഹല്ലേലൂയ. ഏലിയാവ് പറയുക, ഇനി അത് തുറക്കണം ഞാൻ വിചാരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഏലിയാവ് പട്ടിണി കിടന്നോ? ഇല്ല. ഹല്ലേലൂയ.
ഏലിയാവിന് കേരീത്തിന്റെ തോടും അവൻ വിധവയുടെ കലവും അവൻ ദൈവം തുറന്നു വെച്ചപ്പോ രാജ്യം മുഴുവനും ഹല്ലേലൂയ അവൻ അലച്ചിലുകൾ വന്നു. ആഹാബിന് മനസ്സിലായി തെറ്റുപറ്റിയത് ഏലിയാവിനല്ല, അവൻ തെറ്റുപറ്റിയത് എനിക്ക്. ദൈവസന്നിധിയിൽ താൻ കീഴടങ്ങുക. ഹല്ലേലൂയ. ഒടുവിൽ കർമ്മേലിന്റെ മുകളിൽ ദൈവമാരാന്ന് തെളിയിക്കുവാനുള്ള പരീക്ഷണത്തിനകത്ത് അടുത്തൊരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഹല്ലേലൂയ ആമേൻ ബാലിന്റെയും അശേരാവിന്റെയും പ്രവാചകന്മാർ രാവിലെ മുതൽ സന്ധ്യായാഗത്തിന്റെ സമയം വരെ തങ്ങളെ തന്നെ സമർപ്പിച്ച് അവരുടെ ശരീരങ്ങളെ മുറിവേൽപ്പിച്ച് അവരുടെ ദൈവത്തിന്റെ മുൻപാകെ വല്ലാതെ പ്രാർത്ഥിച്ചിട്ടും വരാത്ത ഉത്തരം യാഗപീഠം ക്രമപ്പെടുത്തിയിട്ട് ഏലിയാവ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ഒരൊറ്റ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്നു. വചനം പറയുന്നു, കർമ്മേലിന്റെ മുകളിൽ ഏലിയാവിന്റെ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറന്ന് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നപ്പോ ലോകം മുഴുവനും പറഞ്ഞു, അല്ലയോ ഏലിയാവേ, നിന്റെ പ്രാർത്ഥന നിസ്സാരമല്ല, നിന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥനയാ. അല്ലയോ ഏലിയാവേ, നീ സാധാരണക്കാരനല്ല, നീ അസാധാരണക്കാരനായ ഒരു മനുഷ്യന്. വചനം പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ താൻ എന്തപേക്ഷിച്ചോ താൻ അതിന്റെ മറുപടിയുമായി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാരെ സ്വർഗം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആത്മാവിനോട് അങ്ങനെ ആലോചന പറയാൻ പറയുക. അങ്ങനെയുള്ള പ്രാർത്ഥനാ വീരന്മാരെ ചിലതിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയാൽ മറുപടിയുമായി എഴുന്നേൽക്കുന്ന നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ, നിന്റെ ഭർത്താവിന്റെ, നിന്റെ സമ്പത്തിന്റെ, നിന്റെ ആത്മമണ്ഡലത്തിന്റെ വിഷയങ്ങൾക്കകത്ത് പരിഹാരവുമായി എഴുന്നേൽക്കുന്ന ഒരു വീര്യമുള്ള പ്രാർത്ഥനയുള്ള തലമുറ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുക. അസാധാരണമായ പ്രാർത്ഥനയുടെ വീര്യം ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് ഒരുക്കപ്പെടുന്ന യാഗപീഠത്തിന് മേൽ ഒരുക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കട്ടെ. നിങ്ങൾ പറയും, മണിക്കൂറുകൾ മുട്ടിന്മേലിരുന്ന വിടുതൽ വരുന്നേന്ന്. അല്ലെന്നേ, നിന്റെ ഹൃദയം ഒറ്റ സെക്കൻഡ് ദൈവമായിട്ട് ഏകാഗ്രപ്പെട്ടാൽ മതി. അതിനകത്ത് ദൈവപ്രവൃത്തി ഇറങ്ങത്തക്കവണ്ണം ദൈവവുമായി അഭേദ്യമായി ബന്ധമുള്ള ചില പ്രാർത്ഥനാ വീരന്മാരെ സ്വർഗം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോവുക. മണിക്കൂറുകൾ ഇരിക്കുന്നവർ പരാജയപ്പെടുന്നിടത്ത് ദൈവമായി യഥാർത്ഥമായി കണക്ഷൻ ഇരിക്കുന്നവർ ചിലതിനെ പിടിച്ചെടുക്കുന്ന നാളുകളാണെന്ന് പരിശുദ്ധ ആലോചന പറയുന്നു. ആത്മാവിൽ റിസീവ് ചെയ്യാൻ കഴിയുന്നവർ റിസീവ് ചെയ്തു. അസാധാരണ ദൈവത്തിന്റെ അഗ്നി ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. നാട്ടുകാർ കാണുമ്പോൾ മണിക്കൂറുകൾ നീളുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡലം നിനക്കില്ലായിരിക്കാം. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ദേശത്തിന്റെ കിളിവാതിലുകൾ തടയ്ക്കുവാൻ, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുവാൻ ശക്തിയുള്ളവരായി ദൈവമായി അഭേദ്യമായി ബന്ധമുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരക്കാ സിസ്റ്റർ, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ പറയട്ടെ, ഏത് തിരക്കിനിടയ്ക്കും ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിനക്ക് മണിക്കൂറുകൾ മുട്ടിമേ നിൽക്കണമെന്ന് വേണ്ട. എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞേ. അങ്ങനൊരു മണ്ഡലം നിനക്ക് ഓപ്പണാക്കി ഇടാൻ പറ്റിയ ഒരൊറ്റ പ്രാർത്ഥന മതി. ഏലിയാവേ, കർമ്മേലിന്റെ മുകൾ തീയിറങ്ങുള്ള കാരണം എന്താ? ഏലിയാവേ, നിങ്ങളാരും അറിയാതൊരു പ്രാർത്ഥനാ മണ്ഡലം എന്റെ തലയ്ക്ക് മേലിൽ ഉയർന്നിരിക്കുന്നത് കൊണ്ട്, തുറന്നിരിക്കുന്നത് കൊണ്ട് ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ആകാശത്തിനകത്തുനിന്ന് തീയിറക്കുവാൻ ഞാനും ദൈവവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഏലിയാവ് പറയും. ഹല്ലേലൂയ, 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 ആമേൻ. അതേ ഏലിയാവ് തീയിറക്കിയ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോ ആമേൻ ദൈവം മഹത്വമുള്ളവന്റെ ദേശം മുഴുവൻ പറയുക, യഹോവ അല്ലാതെ വേറൊരു ദൈവമില്ല. തൊട്ടടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ,
അവൻ 850 ബാലിൻ്റെയും അശേരാവിൻ്റെയും പ്രവാചകൻ രണ്ടുപേരോട് ചേർത്ത് 850 പേര് കീശോൻ താടോടെ ഓടിച്ചിട്ട് ഏലിയാവുന്ന ഒരൊറ്റ മനുഷ്യൻ കൊന്നു. തിരിച്ച് വാളും കൈയും മുഖവും കൈയും കാലും ഒക്കെ കഴുകി തിരിച്ച് ആമേൻ സ്ഥലത്തോട്ട് വന്നപ്പോഴുണ്ട് അടുത്തൊരു വാക്ക് വരിക, ഏലിയാവേ, അടുത്ത ദിവസം ഈ സമയമാകുമ്പോൾ നിന്നെയും ആ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ആക്കിയില്ലെങ്കിൽ എൻ്റെ പേര് ഇസബേൽ എന്നല്ല. ഹല്ലേലൂയ. വെറും ഒരു സഹോദരി, വെറുമൊരെന്ന് പറയാൻ പറ്റത്തില്ല, രാജാവിൻ്റെ ഭാര്യ, അധികാരമുള്ള. ഹല്ലേലൂയ. എഴുന്നേറ്റ് ദൈവ സാന്നിധ്യത്തിന് വിരോധമായി പറയുക, നിന്നെയും നാളെ അവരിൽ ഒരുവനെ പോലെയാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് ഇസബേൽ എന്നല്ല. ഇതെൻ്റെ ഭാഷയാണേ, വേദപുസ്തകത്തിന് അങ്ങനെയല്ല, വേറൊരു ഡയലോഗ് എടുത്തേക്കുന്നേ. ഹല്ലേലൂയ. ഏലിയ ഒരൊറ്റ വാക്കിൻ്റെ നടുവിൽ മുട്ടുകാല് വിറച്ചു. ഒന്ന് ചോദിച്ചു നോക്ക്, ഏലിയാവേ, നിന്റെ പ്രാർത്ഥന മനുഷ്യനെവിടെ? ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശത്തിൻ്റെ കിളിവാതിൽ അടച്ച മനുഷ്യനാ. ഒറ്റ പ്രാർത്ഥന കൊണ്ട് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന മനുഷ്യൻ, തീയിറക്കിയ മനുഷ്യൻ, ആമേൻ, മഴ പെയ്യിച്ച മനുഷ്യൻ. 3.5 വർഷക്കാലം എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി നെട്ടോടം ഓടിയപ്പോ അവൻ ദൈവത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട മനുഷ്യൻ. ഹല്ലേലൂയ. ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് പലതും ചെയ്യ മനുഷ്യൻ ആ ഒറ്റ വാക്കിൻ്റെ മുമ്പിൽ മുട്ടുകാല് വിറയ്ക്കുക. എന്നിട്ട് പറയുകയാണ്, ഇപ്പം മതി യഹോവേ, മതി, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ. ശിഷ്യനെ കൊണ്ട് സെറ്റിലാക്കി ബഥേലിലെ എന്നിട്ട് അവൻ 3 ദിവസം ആമേൻ മരുഭൂമിക്കകത്തോട്ട് വഴി നടന്ന് ആമേൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്നേച്ച് പറയുക, അല്ല ഇപ്പം മതി യഹോവേ, മതി, എനിക്ക് തികഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ പോരാട്ടം തീരത്തില്ല. ഹല്ലേലൂയ. ഈ പ്രശ്നം ഒഴിയത്തില്ല. അങ്ങനെ തന്നെ ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം വിശ്വാസിക്ക് നേരെ വന്നുകൊണ്ടിരിക്കും. നീ പോരാട്ടം തീർന്നിട്ട് സ്വസ്ഥമാകാമെന്ന് വിചാരിച്ച ദൈവം പറയും, ആമേൻ, ഹല്ലേലൂയ, നടന്നു എന്ന് അവൻ ഉറപ്പില്ല. ഒരുപക്ഷെ കുറച്ച് നാൾ നിനക്ക് സ്വസ്ഥമായിരിക്കാം, പക്ഷെ വീണ്ടും ചില പ്രയാസങ്ങൾ വന്നെന്ന് വരാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമെന്ന് പറയുക, വരുന്നതിനെ ഒക്കെ ജയിക്കാൻ തക്കവണ്ണം നിന്റെ മേലെ പ്രാർത്ഥനയുടെ ബലത്തെ സ്വർഗം അയക്കാൻ പോകുക. പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, വെല്ലുവിളികൾ വരാം. ചില നന്മകൾക്ക് വിരോധമായി ശത്രുവിന്റെ വല്ലാത്ത വെല്ലുവിളികൾ നിനക്ക് വിരോധമായി വരുമ്പോ തളർന്നു പോകാനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവോട് ചോദിക്കുക, ഏലിയാവേ, നിന്റെ പ്രാർത്ഥനാ വീര്യം എവിടെ പോയി? ഏലിയാവ് പറയും, പ്രശ്നം 1 or 2 ആണോ? ഹല്ലേലൂയ. ജീവനും കൈ പിടിച്ചോണ്ട് ഓടാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നേ, ഒന്ന് സെറ്റിലായെന്ന് വിചാരിക്കുമ്പോ അടുത്ത പ്രശ്നം വരും. ഹല്ലേലൂയ. അവൻ ആഹാബിനോട് ചെന്ന് ദൂത് പറഞ്ഞു, ജീവന് ഭീഷണി വന്നു. ചെന്ന് കെരീത്ത് തോടിന്റെ നടുവിൽ ഒന്ന് സ്വസ്ഥമായി ഇരിക്കുമ്പോഴുണ്ട് തോട് പറ്റിപ്പോയി. കാക്കയുടെ വരവ് നിന്നു. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട് സാരഭാത്തിൽ പോയി വിധവയുടെ കലത്തിനകത്ത് ഒരു ഉറവ തുറന്നു വെച്ചു. ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം പറയാം, മതി, എഴുന്നേറ്റ് വാ. വീണ്ടും ആഹാബിന്റെ മുമ്പിൽ വന്നു. ദേണ്ടെ നിൽക്കുന്നു ദൈവമാരെന്ന് തെളിയിക്കാനുള്ള അടുത്ത പരീക്ഷ. അവിടെ ചെന്ന് ആ പരീക്ഷയ്ക്കകത്തും ജയിച്ച് അവൻ ആകാശത്ത് നിന്ന് തീയിറക്കി കഴിഞ്ഞപ്പോ ദേണ്ടെ 850 എണ്ണം വീണ്ടും മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുക. അവന്മാരെ ഓടിച്ചിട്ട് വെട്ടി കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോ അടുത്ത് വീണ്ടും വരിക ഇസബേലിന്റെ വെല്ലുവിളി. എനിക്ക് തളർന്നു, എനിക്ക് മടുത്തു. ഇങ്ങനെ പറയുന്നവർ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് തന്നെ പറയിക്കുന്നേ, എനിക്ക് തളർന്നു കർത്താവേ, വയ്യ. ഹല്ലേലൂയ. നാളുകളായി പോരാടാൻ തുടങ്ങിയിട്ട് ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം, ആരോഗ്യ പ്രശ്നം മാറുമ്പോൾ സാമ്പത്തിക പ്രശ്നം മാറുമ്പോൾ അസമാധാനം, അതൊരു വിധം സെറ്റിലായി വരുമ്പോൾ അടുത്തവൻ വേണ്ട വേറൊരു പ്രശ്നം കൊണ്ട് വഴിയെ പോകുന്നവൻ കയറി വരിക. ഇതുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. കാരണം അവൻ പിശാചിന് നമ്മൾ സ്വസ്ഥരായിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, ഈ പോരാട്ടങ്ങളെല്ലാം നമ്മളെ ദിനംതോറും ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. 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 ഈ പ്രതിസന്ധികൾ ഓരോന്നും നമ്മളെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുഞ്ഞു കുട്ടിയുടെ കരത്തെ പിടിച്ച് ചെറിയ ചൂടിനകത്ത് കൊണ്ടുപോയാൽ അവനെന്ത് പറയും? അയ്യോ, കൈ പൊള്ളുവാന്ന് പറയും. ചൂടുള്ള ശരി
ഫ്രീ ആയിട്ട് ഞാൻ പറയാം. ചൂടുള്ള ചായ കുഞ്ഞു പിള്ളേർക്ക് കൊടുത്താൽ കുടിക്കോ? ഇല്ല. ഹല്ലേലൂയ. അവർക്ക് എന്ത് വേണം? നല്ല തണുത്ത ചായ വേണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല തണുത്ത ചായ കുടിച്ചുകൊണ്ടിരുന്നേ. പച്ചവെള്ളം പോലെ തടുത്തില്ലെങ്കിൽ ചൂട് ചായ എന്ന് പറയും. ഇവിടെ കൈയിട്ട് മുക്കി വെച്ചാൽ ഹല്ലേലൂയ അത് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ അത് തിളക്കത്തുള്ളൂ. അത്രയും ഒരു ഗ്ലാസ് ചായ മാത്രം വെച്ചാലും ഹല്ലേലൂയ. തണുത്താലും അവൻ കൂൾ ഡ്രിങ്ക്സ് പോലെ ഇരുന്നാലും അവന്മാർ അന്ന് വേണമെങ്കിൽ ചൂടെന്ന് പറയും. ഇന്ന് ഒന്നുകൂടെ ചൂട് കുടിക്കും. ഹല്ലേലൂയ. കുറച്ചുകൂടെ ചൂട് കൊടുത്താൽ എന്തോ ചൂടായത് കുടിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാക്ടീസ്. ഞാൻ തിളച്ച ചായ എടുത്ത് ഒഴിക്കുന്നയാളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതെന്താണെന്നറിയാവോ? പ്രാക്ടീസ് ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ചൂട് കുടിക്കാൻ പറ്റുകയില്ലെന്ന് ഞാൻ എന്നും തണുത്തത് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാലോ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ചൂട് കുടിക്കാനൊക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ കാര്യം? ശീലവാ. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് അടുത്ത പ്രശ്നത്തെ നേരിടാൻ തയ്യാറായി നിൽക്കണം. ഹല്ലേലൂയ. എൻ്റെ പൊന്നു സിസ്റ്റേ, തളർന്നെന്ന് പറയുന്ന നടുവിന് കയ്യും കൊടുത്തിരിക്കുന്ന ചിലരുണ്ട് ഇതിനകത്ത്. അവരോടാ ഞാൻ പറയുന്നേ, പ്രശ്നം അടുത്ത് വരുന്നുണ്ട്, അവൻ റെഡി ആയിട്ട് നിന്നോണം. ആർക്കാടാ എന്നോട് പോരാടേണ്ടേ? തോറ്റു തരാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറയുന്നൊരു തലമുറയാ സ്വർഗം നോക്കുന്നേ. നമ്മൾ പറയുന്നേ പ്രശ്നം 1 വല്ലവിധനെ തരണം ചെയ്തു, പ്രശ്നം 2 ഒരുവിധം ചാടിക്കളന്നു, പ്രശ്നം 3 അവൻ അലനാരക്ക് രക്ഷപ്പെട്ടു, അടുത്ത് വീണ്ടും വരുന്നുണ്ട്. അവൻ ഒരുക്കത്തോടിരുന്നു. സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. പലതിലും നീ പ്രാർത്ഥനയിൽ ജയിച്ചെങ്കിൽ അവൻ കഴിഞ്ഞില്ല കുഞ്ഞേ, ഇനിയും ചിലത് മുൻപിൽ വരുന്നുണ്ട്. അതിന്റെ മുൻപിൽ തോറ്റുപോകാനല്ല, പ്രാർത്ഥനയുടെ ശക്തിയോടെ അതിനെ ജയിപ്പോൾ. ആ പ്രതികൂലം വരുമ്പോ നീ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്നുവെങ്കിൽ സ്വർഗം നിന്നോട് ചോദിക്കുക, നിനക്കിവിടെ എന്ത് കാര്യം? അവൻ പലതവണ അവൻ വിഷയങ്ങളെ പ്രാർത്ഥന കൊണ്ട് ജയിച്ച മനുഷ്യൻ ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് കിടന്നിട്ട് പറയാ, കർത്താവേ മതി, എനിക്ക് മതിയായി, എനിക്ക് തളർന്നു, ഞാൻ ക്ഷീണിച്ചു, എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ആരാധിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും എനിക്കെന്താ ഒന്ന് പുറത്തു വരാൻ കഴിയാത്തെ, ഒന്ന് സ്വസ്ഥമാകാൻ കഴിയാത്തെ? സ്വർഗം പറയാ, ഇന്ന് വന്ന പ്രശ്നത്തിന്റെ മുൻപിലും മുഴങ്കാൽ മടക്കാനായി ഏലിയാവേ, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നീ എന്തിനെ ചൂരച്ചെടി തന്നെ ചെന്ന് കിടക്കുന്നേ? ദൈവം വചനം പറയുക, ഏലിയാവിനെ തട്ടാൻ ദൈവം തന്റെ ദൂതനെ അയക്കുക. പറയപ്പോ ഒരു തുരുത്തി വെള്ളവും കനലിച്ചിട്ട് അപ്പവുമായി ഏലിയാവിന്റെ തലക്കൽ കൊണ്ടുവച്ചിട്ട് തോളത്ത് തട്ടി വിളിക്കുക, എഴുന്നേക്ക് കഴിക്ക്. ഹല്ലേലൂയ. ഏലിയാവ് എഴുന്നേറ്റു, കഴിച്ചു. പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല. വീണ്ടും അവിടെ കിടന്നു. ഹല്ലേലൂയ. വീണ്ടും അവിടെ കിടന്നു. കുറച്ചു നേരത്തെ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പായി ഓടിയ മനുഷ്യനാ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കുതിരകളോട് കൂടെ ഓടി ജയിച്ച മനുഷ്യൻ ദേണ്ട ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക. തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേക്ക് കുഞ്ഞ്, ഭക്ഷണം കഴിക്കുക. എഴുന്നേറ്റു, ആഹാരം കഴിച്ചു, വീണ്ടും കിടന്നുറങ്ങി. കർത്താവിന് മനസ്സിലായി ഇദ്ദേഹത്തിന് തികഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു വിടുക. അടുത്ത് പറയുമ്പോൾ അവൻ ചുമ്മാ കഴിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞേ, തോളി തട്ടിയച്ചു പറയുക, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഏലിയാവിന് മനസ്സിലായി ചാകാൻ വിടാൻ പോലും സമ്മതിക്കത്തില്ല. അതങ്ങനെ കർത്താവ്. നിങ്ങൾ മരിക്കുന്നതിലല്ല കർത്താവിൻ്റെ ഇഷ്ടം. പ്രാർത്ഥിച്ച് തളരുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഈ കഷ്ടപ്പാട് കാണാതെ എന്നെ അങ്ങ് വിളിച്ചോണമേ. പറഞ്ഞിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. ഈ കഷ്ടപ്പാടൊക്കെ മതി ബാബാ, എന്നെ അങ്ങ് വിളിച്ചോണമേ എന്ന് പറയുന്നവരുണ്ട്. ആയുധം വെച്ച് കീഴടങ്ങിയെന്ന് പറയുന്നേ. ഹല്ലേലൂയ. കർത്താവ് പറയും, വിളിക്കാനല്ലെന്നേ, ആഹാരം തരാം, ശക്തി തരാം, ബലം തരാം. ഹല്ലേലൂയ. ഒരുറവ തുറന്നു തരാം. എന്തിനാണെന്നറിയാമോ? കഴിച്ചേ ചോടാനാ. പ്രാർത്ഥനയിൽ തളർന്നു പോയവരുണ്ടോ ഇന്ന് പകൽക്കാലം? ഇതിൻ്റെ നടുവിൽ കർത്താവ് പറയുക, പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ ചില മണ്ഡലങ്ങൾ നിനക്ക് വിരോധമായി നിന്ന് വെല്ലുവിളിക്കുമ്പോൾ സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. നീ തളർന്നു കിടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുവൻ, നീ ക്ഷീണിച്ചിരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുവൻ തന്റെ ദൂതനെ അയക്കുന്നുണ്ട്. നിന്നെ ഒന്ന് തട്ടിയേച്ച് ഹല്ലേലൂയ ആമേൻ പറയുക, എഴുന്നേൽക്ക്, മുൻപിൽ നിനക്കൊരു ദൂര യാത്രയുണ്ട്. ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചാത്മാവിൽ ബലപ്പെടുവാൻ പരിശുദ്ധ ആത്മാവ് തട്ടുമ്പോൾ ഇന്ന് പകൽക്കാലം
മുമ്പിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട്, മുമ്പിൽ ഇനിയും പ്രതികൂലങ്ങളുണ്ട്. എലിയാവേ, നിന്റെ പഴയ പ്രാർത്ഥനാ മനുഷ്യൻ എവിടെ? എഴുന്നേൽക്ക, പ്രാർത്ഥിക്ക. ഹല്ലേലൂയ, എഴുന്നേൽക്ക, ഓട്. വചനം പറയുന്നു, ലഭിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഏലിയ ഓടിയെത്തി. ഇതിൻ്റെ ഇടയിൽ അതുവരെ താൻ ചെയ്ത ശുശ്രൂഷയേക്കാൾ മേത്തരമായത് ചെയ്യുവാൻ സ്വർഗം ഏലിയാവിനെ ശക്തീകരിച്ചു. പ്രവാചകനെ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഏലിയാവിനെ ശക്തീകരിച്ചു. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ വിഷയങ്ങളുടെ മുമ്പിൽ മതിയപ്പ, ഇനി ഏതേലും വിധത്തിലൊന്ന് ജീവിച്ച് തീർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ പരിശുദ്ധാത്മ പറയാം, കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഒരു പുതിയ ശക്തിയോടെ സ്വർഗം ഇതിനകത്തുനിന്ന് തൻ്റെ ജനത്തെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. നീ പ്രാർത്ഥനയിൽ തളർന്നു പോയോ? വചനം പറയുന്നു, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ആമേൻ നാം കൊയ്യും. തളർന്നു പോകാതിരുന്നാൽ ഒരു വലിയ മറുപടി, ഒരു വലിയ വിടുതൽ, നീ കാത്തിരിക്കുന്ന വാഗ്ദത്തത്തിന് നിവർത്തീകരണം നിന്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. തളർന്നു പോകാതിരുന്നാൽ ആ വാഗ്ദത്തങ്ങളെ കൊയ്യുവാൻ തക്കവണ്ണം സ്വർഗം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രാർത്ഥനയിൽ തളർന്നു പോകരുത്. രണ്ട്, വിശ്വാസത്തിൽ തളർന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. അബ്രഹാം വിശ്വാസിയുടെ പിതാവെന്നറിയപ്പെടുന്ന മനുഷ്യൻ. ഏലിയാവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പോലും ഒരു സമയത്ത് ക്ഷീണം വന്നു. തട്ടാൻ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയച്ചു. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മനുഷ്യൻ. ഒരു വേള അദ്ദേഹത്തെ പോലും ക്ഷീണിപ്പിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ എന്ത് തോന്നുന്നു, വിശ്വാസത്തിലൊരു ചാഞ്ചാട്ടം വന്നു. ഇറങ്ങി പുറപ്പെട്ട് 10 വർഷം കഴിയുമ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവത്തോട് അബ്രഹാമിനൊരു ചോദ്യം, കഥാവേ, ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എത്ര നാളായി? 10 വർഷമായി. ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ കേട്ടത് ഹല്ലേലൂയ എന്തായിരുന്നെന്ന് അറിയാമോ? നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ജാതിയാക്കി മാറ്റും എന്നീ വാഗ്ദത്തങ്ങളെ കേട്ടിട്ടാ എന്ത് ചെയ്തേ? അബ്രഹാം ഇറങ്ങി തിരിച്ച്. 10 വർഷമായി ഒരു തലമുറ കിട്ടിയില്ല. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ. 16-ാമത്തെ അധ്യായത്തിൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, നീ എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വാ. പുറത്തോട്ട് കൊണ്ടുപോയി കടൽ തീരത്ത് കൊണ്ട് നിർത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ ബി ആത്മാവിലായിരിക്കാം. പുറത്തോട്ട് കൊണ്ട് നിർത്തി, എന്നിട്ട് അല്ലെങ്കിൽ മണൽപ്പരപ്പിൽ കൊണ്ട് നിർത്തി, എന്നിട്ട് പറയും, നീ ആകാശത്തിലോട്ട് നോക്ക്. അബ്രഹാം ആകാശത്തിലോട്ട് നോക്കി. ആമേൻ. നീ വിശ്വാസത്തെ തളർന്നു പോയാൽ ബലപ്പെടുത്താൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം ആകാശത്തോട്ട് നോക്കി. ദൈവം പറയുക, നീ ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ ഒന്ന് എണ്ണി നോക്ക്. ഇതിനകത്ത് കാണുന്ന ലൈറ്റുകളെ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു, അബ്രഹാം ദൈവം എന്തു പറഞ്ഞാലും പൊട്ടനെ പോലെ അനുസരിക്കും. ഹല്ലേലൂയ. എൻ്റെ കൂടെ നമ്മളാണെങ്കിലോ 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണോ വേണ്ടയെന്ന് 4 പാസ്റ്റർമാരോട് ചോദിച്ചിട്ട് പിന്നെ അനുസരിക്കും. ഹല്ലേലൂയ. എന്ത് ചെയ്തു അബ്രഹാം? എന്ത് ചെയ്യും? ദൈവം എന്തേലും പറഞ്ഞ പൊട്ടനെ പോലെ അനുസരിക്കും. ഒന്നും തിരിച്ചു ചോദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി നോക്ക്. അബ്രഹാം എണ്ണാൻ തുടങ്ങി. ഹല്ലേലൂയ, എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4 കുറേ എണ്ണി. ഹല്ലേലൂയ. എണ്ണി അയച്ച് പറയുവാണ്, കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എണ്ണി എത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇതുപോലെ നിനക്ക് സന്തതിയെ തരും. അബ്രഹാം ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയും, നീ ചവിട്ടി നിൽക്കുന്ന മണലില്ലേ, ആ മണൽ തരികളെ ഒന്നെണ്ണ. ഹല്ലേലൂയ. അബ്രഹാം നോക്കിയിട്ട് പറയും, ഇല്ല പപ്പാ, എന്നെ കൊണ്ട് എണ്ണാനൊക്കത്തില്ല. സ്വർഗം പറഞ്ഞു, ഞാൻ ഇതുപോലെ നിനക്ക് സന്തതിയെ തരും. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ അബ്രഹാം, ഹല്ലേലൂയ, 10 വർഷമായപ്പോൾ ക്ഷീണിച്ചു പോയ മനുഷ്യനാ. ഹല്ലേലൂയ. 10 വർഷമായപ്പോൾ ക്ഷീണിച്ചു പോയി. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അവൻ ഇതുവരെ എനിക്ക് തലമുറ ആയിട്ടില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഹല്ലേലൂയ, നോക്ക് അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്.
കടൽ തീരത്തിലെ മണത്തരികൾ നോക്കുക, ഞാൻ ഇതുപോലെ നിനക്ക് സന്തതിയെ തരും. വചനം പറയുന്നു, അബ്രഹാം ധൈര്യപ്പെട്ടു. വീണ്ടും 14 വർഷം കൂടെ അബ്രഹാം വെയിറ്റ് ചെയ്തു വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി. എന്നെ കേൾക്കുന്നോ നിങ്ങൾ? വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. എന്താ കാര്യം? തളർന്നു പോകാതിരുന്നാൽ നമ്മൾ കൊയ്യും. തക്ക സമയത്ത് എന്നോട് കൂടെ പറഞ്ഞ് തളർന്നു പോകാതിരുന്നാൽ, എന്നോട് കൂടെ പറഞ്ഞ് തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ കൊയ്യും. ഞാൻ എൻ്റെ വാഗ്ദത്തത്തെ കൊയ്യും. എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ കൊയ്തെടുക്കും. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തിൽ തളർന്നു പോയപ്പോ ബലപ്പെടുത്തുവാൻ, വിശ്വാസികളുടെ പിതാവ് അബ്രഹാം, ഹല്ലേലൂയ, പക്ഷെ ഒരു അല്പ ക്ഷീണം വന്നപ്പോ സ്വർഗം ഇറങ്ങി വന്നു തന്നെ ഒന്ന് ബലപ്പെടുത്തുക. ഹല്ലേലൂയ. തൊട്ടടുത്ത് ആമേൻ, ഹല്ലേലൂയ, 14 വർഷം കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്തം തൻ്റെ കരങ്ങളിലേക്ക് വന്നു. 14 വർഷം കൂടെ താൻ വെയിറ്റ് ചെയ്തു. ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അവൻ പ്രവൃത്തിയിൽ തളർന്നു പോകരുത്. ഹല്ലേലൂയ. ഇത്രയും നാൾ ഞാൻ ഓടി, ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഓടട്ടെ. ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഇനി വേറെ ആരെങ്കിലുമൊക്കെ, എനിക്ക് വയ്യ, വേറെ ആരെങ്കിലും ചെയ്തോട്ടെ. പ്രവൃത്തിയിൽ തളർന്നു പോകരുത്. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഉറങ്ങുന്നോ? ഉണർന്നിരിക്കുവാണോ? പ്രാർത്ഥിക്കുവാണോ എനിക്ക് വേണ്ടി? ചിലരൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് ഗാഢമായ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ആമേൻ. തളർന്നു പോകരുത്. എന്ത് തളർന്നു പോകരുത്? പ്രവൃത്തിയിൽ തളർന്നു പോകരുത്. ഹല്ലേലൂയ. പ്രവർത്തിക്കുമ്പോൾ ക്ഷീണം വരത്തില്ലേ? വരാം. ആമേൻ. ശിംശോനെ നിങ്ങൾക്കറിയാം. ശിംശോൻ ആരായിരുന്നു? ശിംശോൻ പഴയ നിയമ കാലഘട്ടം, ന്യായാധിപന്മാരുടെ കാലഘട്ടത്ത് ഫെലിസ്ത്യരുടെ കൈക്കകത്തുനിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ. പൂർണ്ണതയോടെ തനിക്കത് ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കയ്യിലിരിപ്പ് കൊണ്ട് കഴിഞ്ഞില്ല. തൻ്റെ കയ്യിലിരിപ്പ് സ്വല്പം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ചതിനെ പൂർണ്ണതയോടെ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ശിംശോന് കഴിഞ്ഞില്ല. ലോകമോഹത്തിനകത്ത് അകപ്പെട്ടുപോയി. ഞാൻ ആ വിഷയം അവിടെ നിൽക്കെ തന്നെ അവൻ എൻ്റെ ഭാഗത്തിലോട്ട് വരാം. ഹല്ലേലൂയ. ശിംശോൻ, അവൻ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ നിയോഗത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി തൻ്റെ മേൽ വരുമ്പോൾ അസാധാരണമായ കായിക ബലം പ്രാപിച്ചിരുന്ന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ചിലർ ദൈവാത്മാവ് വരുമ്പോൾ പ്രവചിക്കും, ചിലർ രാജാക്കന്മാരായി, ചില പ്രവാചകന്മാരായി, ഓരോ തരത്തിൽ ദൈവാത്മാവ് വരുമ്പോൾ അസാധാരണമായ ആമേൻ കഴിവുകൾ വന്നിട്ട് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുണ്ട്. ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആമേൻ ശിംശോനെ കുറിച്ച് പറയുന്നു, ഫെലിസ്ത്യരുടെ കൈക്കകത്തുനിന്ന് അവൻ ഇസ്രായേലിനെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അസാധാരണമായ കായിക ബലം പ്രാപിച്ചിരുന്ന മനുഷ്യനായിരുന്നു ശിംശോൻ. ഹല്ലേലൂയ. അസാധാരണമായ കായിക ബലം ശിംശോൻ പ്രാപിച്ചിരുന്നു. ആമേൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, ആമേൻ, അവൻ ഒരൊറ്റ മനുഷ്യനായി നിന്നുകൊണ്ട് അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്ത മനുഷ്യൻ. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ അവൻ 300 കുറുക്കന്മാരെ അവൻ ഒരുമിച്ച് പിടിച്ച് വാലോട് വാൽ കൂട്ടിക്കെട്ടി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിടുമ്പോ ഈ ഒരൊറ്റ അവൻ ഈ കുറുക്കന്മാർ ഈ വിളവിലേക്ക് ചെന്നിട്ട് അവൻ വിളവിനെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വിളവ് മുഴുവൻ നശിച്ചു പോയി. ഫെലിസ്ത്യർ വിരോധമായി എഴുന്നേറ്റ് വരിക, ശിംശോനെ പിടിക്കാൻ വേണ്ടി. അവൻ ശിംശോന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ കൂടെയുള്ളവർ തന്നെ പിടിച്ചു കെട്ടി അവൻ ഫെലിസ്ത്യരുടെ മുൻപിൽ കൊണ്ട് നിർത്തുമ്പോൾ വചനം പറയുന്നു, ഫെലിസ്ത്യർ ശിംശോനെ കണ്ടിട്ട് ആർത്തു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഫെലിസ്ത്യന്റെ മേൽ ഒരു വിജയം ശിംശോന്റെ കയ്യിലുണ്ട്. കാരണം എന്താ? വിളവിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ശിംശോനെ കൊണ്ട് ലേഹിയിൽ കൊണ്ടുവരിക. എന്തിനു വേണ്ടിയാ? ഫെലിസ്ത്യർക്ക് കൊടുക്കാൻ. ഫെലിസ്ത്യർ ശിംശോനെ കണ്ടിട്ട് ആർത്തവ. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ആത്മശക്തിയോടെ ശിംശോന്റെ മേൽ ഇറങ്ങി വന്നു. ശിംശോന്റെ മേൽ ബലം വന്നപ്പോ അവൻ തൻ്റെ മേൽ കെട്ടിയിരുന്ന പച്ചക്കയർ അവൻ തീ തൊട്ട ചണനൂൽ പോലെ പാറിപ്പോയി. ചണനൂൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് റബ്ബർ ബാൻഡ് കവറുവാ നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. കടകളിൽ നിന്ന് കിട്ടുന്നത് ആമേൻ. പ്ലാസ്റ്റിക് കവർ കൊണ്ട് മനുഷ്യന് നിൽക്കാൻ മേലാത്ത സാഹചര്യം സമയമായിപ്പോ. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പറും
ആമേൻ. നമ്മുടെ ചാക്ക് നൂലെന്ന് പറയും, ഹല്ലേലൂയ, ചണനൂല്. ആമേൻ. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് തീയുടെ അടുത്തൂടെ കൊണ്ടുപോയാൽ മതി, അതിൻ്റെ ചാരം പോലും പിന്നെ നിങ്ങളാരും കണ്ടിട്ടില്ലേ? എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അതായിരുന്നു. ഞാൻ ഒത്തിരി പ്രായമല്ല ഇല്ലാത്ത ഒരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ അവൻ ഈ ചണനൂല് അവൻ ഈ തീയുടെ അടുത്തൂടെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഇത് കരിഞ്ഞു പോകും, പാറിപ്പോയാൽ ചാരം പോലും കാണത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഈ വിളക്കിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. തുരുമ്പെരിക്കരുതെന്ന് പറയും, അത് അച്ഛൻ്റെ ഡയലോഗ്. ഹല്ലേലൂയ. ഇതിങ്ങനെ കൊണ്ട് നമുക്ക് രസമാണ്. ഇതിങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും എന്ന് പറഞ്ഞു പോകും, ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ പോകും. അതിനകത്ത് പിന്നെ ചാരം ഒന്നും കാണത്തില്ല, കുറെ വഴക്കൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ ചണനൂല് ഈസി ആയിട്ട് എന്ത് ചെയ്യും? ചാരം പോലും ഇല്ലാതെ അങ്ങ് പാറിപ്പോകുന്ന സംഭവമാണ്. ഹല്ലേലൂയ. എന്ന് ചിന്തിച്ചേ, ഈ ചണനൂല് പോലെ ശിംശോനെ കെട്ടിയിരുന്ന പച്ച കയർ പാറിപ്പോയി. വചനം പറയുന്നു, അടുത്ത് കണ്ട ഒരു കഴുതയുടെ താടിയെല്ലാം എടുത്തിട്ട് ഫെലിസ്ത്യരെ ഒരൊറ്റ മനുഷ്യനായി ശിംശോൻ കൊന്നു മുടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്ന് പറഞ്ഞ് ഫെലിസ്ത്യരുടെ വലിയ കൂട്ടത്തെ ശിംശോൻ കൊന്നൊടുക്കി കഴിയുമ്പോൾ ലോകം മുഴുവനും കണ്ടു നിന്ന ഇസ്രായേൽ മുഴുവനും പറഞ്ഞു, ശിംശോന്റെ മേൽ അസാധാരണമായ ബലമുണ്ട്, പ്രവർത്തിപ്പാൻ ഒരു ബലമുണ്ട്. പക്ഷേ വചനം പറയുന്നു, തൊട്ടടുത്ത നിമിഷം ശിംശോൻ താടിയെല്ലാം കളഞ്ഞിട്ട് നിലത്തേക്ക് വീണിട്ട് പറയുക, കർത്താവേ, ഞാൻ തളർന്നു, ഇപ്പോൾ ദാഹം കൊണ്ട് ഞാൻ മരിച്ചു പോകും, ഇനി എനിക്ക് പ്രവർത്തിപ്പാൻ വയ്യ. എൻ്റെ കൂടെ ഉണ്ടോ? പ്രവർത്തിയിൽ തളർന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊക്കെയോ മണ്ഡലത്തിനകത്ത് കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. പക്ഷെ ക്ഷീണിച്ചു പോയോ നിങ്ങൾ? തളർന്നു പോയോ നിങ്ങൾ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. അങ്ങനെ ദൈവം നിന്നെ ഒരു നിയോഗത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വിളിച്ചിരിക്കുമ്പോൾ അവൻ സാഹചര്യം നിന്നെ തളർത്തിക്കളഞ്ഞാൽ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ആത്മാവിന്റെ ഒരു ഉറവയെ തുറക്കുവാൻ സ്വർഗം ശക്തനാണ്. വചനം പറയുന്നു, കഴുതയുടെ താടിയിൽ ചെന്ന് വീണെടുത്തുന്ന ദൈവം ഒരു കുഴിയെ ശിംശോന് വേണ്ടി പിളർന്നു. ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിനകത്തുനിന്ന് വെള്ളം പുറപ്പെട്ടു വരിക. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒരു ഉറവ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം. ഏതൊക്കെയോ മണ്ഡലത്തിനകത്ത് നിങ്ങളെ ക്ഷീണിപ്പിക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, തളർന്നു പോകരുതേ, തളർന്നു പോകരുതേ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുതേ. നിങ്ങളെ ദൈവം വിളിച്ച് ആക്കി വെച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ വിമുഖത കാണിക്കരുതേ, നിങ്ങൾ തളർന്നു പോകരുതേ. തളർന്നു പോകാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ കൊയ്തെടുക്കുന്നവരാകും. ക്ഷീണിച്ച പോയവരുണ്ട് ഇന്ന് പറയണം, കർത്താവേ, ഞാൻ ഏലിയാവിനെ പോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാ. പല വിഷയങ്ങളും പ്രാർത്ഥന കൊണ്ട് ഞാൻ നേടി, പല വിഷയങ്ങളും എൻ്റെ മുഴങ്കാല് കൊണ്ട് ഞാൻ നേടി. പക്ഷേ ഈ നാളുകളിൽ ഏതൊക്കെയോ മണ്ഡലങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കുവാൻ തക്കവണ്ണം എനിക്ക് വിരോധമായി വന്നിട്ട് ഏതോ ചെടിയുടെ തലയിൽ ഏലിയാവ് ഒതുക്കപ്പെട്ടതുപോലെ ഒതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കുന്നു ഞാൻ. ഇന്ന് പകൽക്കാലം എന്നെ ബലപ്പെടുത്തുവാൻ ആത്മാവിൻ്റെ ശക്തിയെ എൻ്റെ മേൽ പകരണമേ എന്ന് പറയുന്നവരുണ്ടോ? പഴയതിലും വീര്യത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥനയിലും എഴുന്നേൽക്കുവാൻ സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ ശക്തീകരിക്കുക. തളർന്നു പോയ നിന്റെ മുഴങ്കാലുകളെ ജീവിപ്പിക്കുവാൻ, തളർന്നു പോയ നിന്റെ പ്രാർത്ഥന ജീവിതത്തെ ഒന്ന് പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം സ്വർഗം പകരാൻ പോകുക. ക്ഷീണം സ്വാഭാവികമാ, ക്ഷീണം വന്നു വരാം. പ്രാർത്ഥനയിൽ വീരനായിരുന്ന ഏലിയാവ് പോലും ക്ഷീണിച്ചവനായി ചൂരച്ചെടിയുടെ തണൽ ഒതുക്കപ്പെട്ടു പോയെങ്കിൽ ക്ഷീണം സ്വാഭാവികമാ. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുവാനാ അവൻ തന്റെ ശക്തി അയക്കാൻ പോകുക. വിശ്വാസത്തിൽ തളർന്നു പോയോ? ക്ഷീണം സ്വാഭാവികമാ. കാലദൈർഘ്യം മേ ബി നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുത്തിയെന്ന് വരാം. പക്ഷെ സ്വർഗം പറയും, ഞാൻ ഇറങ്ങും,
ഞാൻ ഇറങ്ങും. അവരെ വിശ്വാസത്തിലൊന്ന് ഉറപ്പിക്കാൻ. അബ്രഹാമേ, നിന്നെ വിശ്വാസിയുടെ പിതാവെന്ന് അറിയപ്പെടണ്ടേ, അല്ലാതെ പകുതി വഴിക്ക് അവൻ വിശ്വാസം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ പിന്മാറിപ്പോയൊരു വ്യക്തിയായി ലോകം നിന്നെ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ വിശ്വാസത്തിന് ക്ഷീണം വരുമ്പോ നിന്നെ വാക്കുകൊണ്ട് ബലപ്പെടുത്തുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുക. ശിംശോനെ, നിന്നെ എന്റെ നിയോഗത്തിന് വേണ്ടി വിളിച്ചിറക്കിയതാ. നീ ഇടയിൽ ക്ഷീണിച്ചു പോയാൽ നിന്നെ അവിടെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ ഞാൻ ഒരുക്കമല്ല. നിനക്ക് വേണ്ടി ഒരു കുഴിയെ ഞാൻ പിളരുമാറാക്കും. അതിനകത്ത് നിന്ന് ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം, പുതിയ ശക്തിയോടെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി ഞാൻ ഒരു ഉറവിനെ അതിനകത്തുനിന്ന് തുളർക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, തളർന്നു പോകാതിരുന്നാൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ തക്ക സമയത്ത് നാം കൊയ്യും. തോറ്റു കൊടുക്കാൻ മനസ്സുള്ളവരായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം പറയണം, പിശാചേ, നിന്റെ തന്ത്രങ്ങൾക്ക് ഞാൻ തോറ്റു തരത്തില്ല. ഇസബേലേ, നിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ എൻ്റെ പ്രാർത്ഥനയെ ഞാൻ അടിയറവ് പറയത്തില്ല. ഇന്ന് വന്ന രോഗത്തിൻ്റെ മുൻപിൽ, ഇന്ന് വന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ, ഇന്ന് വന്ന ക്ഷീണത്തിൻ്റെ മുൻപിൽ, ഇന്ന് വന്ന സാമ്പത്തിക ക്ലേശത്തിൻ്റെ മുൻപിൽ, ഇന്ന് വന്ന നിന്ദയുടെ മുൻപിൽ, ഇന്ന് വന്ന പരിഹാസത്തിൻ്റെ മുൻപിൽ, അല്ലയോ ഇസബേലേ, നിന്റെ മുൻപിൽ ഞാൻ അടിയറവ് പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാൻ തയ്യാറുള്ളവരുണ്ടോ? ഹല്ലേലൂയ. ക്ഷീണിച്ചപ്പോ ഏലിയാവ് ഇനി മേലിൽ ഞാൻ ചർച്ചയിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് ഓടിയില്ല. ഏലിയാവ് നേരെ ദൈവമുഖത്തോട്ട് നോക്കിയിട്ട് പറയുക, മതി കർത്താവ്, എന്നെ അങ്ങ് എടുത്തോണേ. ക്ഷീണിച്ചപ്പോ അബ്രഹാം ഹല്ലേലൂയ വിശ്വാസത്തിൽ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നില്ല. ദൈവത്തോട് ചോദിക്കുക, എന്താ പറയുന്നേ? കർത്താവേ, അങ്ങ് ഇതിന് മറുപടി തരണം. പ്രവൃത്തിയിൽ ക്ഷീണിച്ചു പോയപ്പോ ശിംശോൻ ഹല്ലേലൂയ ഇനി ഞാൻ ചത്തുപോകണ്ടെന്ന് പറഞ്ഞില്ല. ദൈവമേ, ഈ ഫെലിസ്ത്യരുടെ കയ്യാൽ ഞാൻ മരിക്കണമോ എന്ന് ദൈവത്തോട് ചോദിക്കുക. തോറ്റുപോകാൻ മനസ്സില്ലാത്തവരുണ്ടേ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദിവസമാ. ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് നിങ്ങൾ ക്ഷീണിച്ചു പോയോ? ഞാൻ ഉറപ്പോടെ പറയാം, ദൈവാത്മാവ് ഇതിനകത്ത് ഇറങ്ങുക. നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയോ? ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വേണ്ടി ഇറങ്ങുക. ആമേൻ, ആമേൻ. നീ പ്രവൃത്തിയിൽ ക്ഷീണിച്ചു പോയോ? നിന്നെ ബലപ്പെടുത്തുവാൻ ആത്മാവിന്റെ നദി, ആത്മാവിന്റെ ഉറവ് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുക. നീ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയോ? നിന്നെ തട്ടുവാൻ, നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് ബലപ്പെടുത്തുവാൻ ദൈവം നിന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇന്ന് അയക്കുക. പല തവണ പ്രാർത്ഥനയിൽ കയറിയതാ, പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ജീവിതത്തിൽ മങ്ങലേൽക്കുന്നവർ പറഞ്ഞേ, തോറ്റു തരാൻ പിശാചേ എനിക്ക് മനസ്സില്ല, എനിക്ക് സൗകര്യമില്ല തോറ്റു തരാൻ, എനിക്ക് ജയിച്ചേ മതിയാകത്തുള്ളൂ. ഈ യുദ്ധത്തിൽ തോൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥനയിൽ എന്റെ ദൈവാത്മാവിനെ ശക്തീകരിക്കാൻ പോവുക. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയോ? ഇല്ല, എന്നെ തോൽക്കുവാൻ വിടാത്തവരാ എന്നെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ഞാൻ തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പുറത്തു വരും. ഇന്ന് പകൽക്കാലം പറയുന്നവരുണ്ടോ? ചില വിഷയങ്ങൾ നിങ്ങൾ തളർത്തുവാൻ വരുന്നുണ്ടായിരിക്കാം, പക്ഷെ തോൽപ്പിച്ച് കളയാത്തവൻ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നേ. എന്നിട്ട് കർത്താവിനോട് പറയും, പപ്പാ, ലോകത്തിന്റെ മുൻപിലോ, ലോകത്തിന്റെ വെല്ലുവിളികളുടെ മുൻപിലോ തോറ്റുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. പറയുന്നവരുണ്ടോ? ഇതിനകത്ത് പറയാൻ മനസ്സുള്ളവരുണ്ടോ? തോറ്റുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല കർത്താവേ, എനിക്ക് ജയിക്കണം, എനിക്ക് പുറത്തു വരണം. ഹൃദയത്തിനകത്ത് നിങ്ങൾ ഈ വചനം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നിങ്ങളെ തോൽപ്പിച്ചു കളയുവാൻ തക്കവണ്ണം
ക്ഷീണിപ്പിച്ചു കളയാൻ, പ്രാർത്ഥനയിൽ തളർത്തിക്കളയുവാൻ, വിശ്വാസത്തിൽ തളർത്തിക്കളയുവാൻ, കർത്താവിന് വേണ്ടി ഓടുന്നതിൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ തളർത്തിക്കളയുവാൻ. ഇനി മതി, ഇനി ആരേലും ചെയ്തോട്ടെ, എന്നെ കൊണ്ടുള്ള സമയം കഴിഞ്ഞു, ഇനി ഞാനില്ല, എനിക്ക് പകരം മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ചിന്ത പിശാച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ തൊടുക. ഒതുങ്ങാനല്ല നിന്നെ ദൈവം വിളിച്ചത്, ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ശക്തീകരിക്കുവാൻ താല്പര്യപ്പെടുക. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, ക്ഷീണിച്ചു പോകാതെ നിൽപ്പാൻ സ്വർഗമേ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ ശക്തീകരിച്ചാട്ടെ. പിശാചിനോട് പറഞ്ഞേ, പിശാചേ നിന്റെ മുൻപിൽ തോറ്റു തരാൻ, നിന്റെ മുൻപിൽ അടിയറവ് പറയാൻ, നിന്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ തലകുനിക്കുവാൻ എനിക്ക് മനസ്സില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കയറാൻ പോകുക. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകുന്നത് പോലെ ആത്മാവിൽ തിരിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളെയോ ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്തി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകുവാൻ തക്കവണ്ണം പിശാച് നിങ്ങളുടെ ഹൃദയത്തെ തളർത്തിക്കളയുന്നെങ്കിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടക്കാനല്ല, ഇന്ന് പകൽക്കാലം പുതിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ അസാധാരണമായ പ്രാർത്ഥനയുടെ ശക്തി നീ ഇന്നലെ ചെയ്തതല്ല, അതിലും അധികം ചെയ്യുവാൻ തക്കവണ്ണം നിന്നിലെ പ്രാർത്ഥന മനുഷ്യനെ സ്വർഗം ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുക. ഒരു ദൈവ സാന്നിധ്യം, അസാധാരണമായ ആത്മശക്തി പ്രാർത്ഥന മനുഷ്യനെ ബലപ്പെടുത്തുവാൻ അത് ചലിക്കുന്നു, അത് ചലിക്കുന്നു. ചൂരച്ചെടിയുടെ തണലിൽ കിടത്തുവാൻ തക്കവണ്ണം ശത്രു നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി ദൈവദൂതൻ ഇപ്പോൾ ആ കരങ്ങളെ തൊടട്ടെ. ദൈവാത്മാവിന്റെ സാന്നിധ്യം ആ കരങ്ങളെ തൊടട്ടെ. ഒരു പുതിയ ശക്തിയോടെ ആത്മാവിൽ എഴുന്നേൽക്കുവാൻ അത് ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം മുതൽ അസാധാരണമായ പ്രാർത്ഥനയുടെ ബലം മുഴങ്കാലുകളെ ശക്തിപ്പെടുത്തുന്ന, പ്രാർത്ഥനയുടെ നിലവാരത്തെ മാറ്റുന്ന അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ ബലം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. പ്രാർത്ഥനയുടെ ബലത്തെ കെടുത്തിക്കളയുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അശുദ്ധ വ്യാപാരങ്ങൾ, കുടുംബങ്ങൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ, വ്യക്തികൾക്ക് വിരോധമായി പ്രാർത്ഥനയെ തടയുവാൻ എഴുന്നേൽക്കുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങൾ, കർത്താവേ ഇതിനകത്ത് ദേശത്തിന്റെ ആധിപത്യങ്ങളോട് മല്ലിടുന്നവരുണ്ട്. അവരുടെ മേൽ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽക്കാലം പകരപ്പെടട്ടെ. പ്രാർത്ഥന വിരോധമായി ദേശത്തിന്റെ ആധിപത്യങ്ങൾ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ കഴിയാതെ ദൈവജനത്തെ ബലഹീനപ്പെടുത്തുന്ന മണ്ഡലങ്ങളെ അധികാരത്തോടെ ഞാൻ ശാസിക്കുന്നു. അത് വിട്ടുമാറട്ടെ. അഭിഷേകത്തിന്റെ ശക്തി പ്രാർത്ഥനയ്ക്ക് ദൈവജനത്തെ ഇന്ന് പകൽക്കാലം ഒരുക്കട്ടെ. അപ്പൊ ആ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയിരിക്കുന്നവരുണ്ടാവും. കർത്താവ് അവരെ ബലപ്പെടുത്തിയാട്ടെ, അഭിഷേകത്തോടെ നിർത്തിയാട്ടെ. അവരുടെ ഹൃദയങ്ങളെ കർത്താവിൽ ഉറപ്പിക്കുമാറ് ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ആമേൻ. പ്രവൃത്തിയിൽ ക്ഷീണിച്ചു പോയവരുണ്ട്. കർത്താവേ അവർക്ക് വേണ്ടി അവരെ ബലപ്പെടുത്തുവാൻ ആത്മാവിൻ്റെ ഒരു നദി ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൻ്റെ ഒരു നദി ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. ദൈവിക സാന്നിധ്യം ഇറങ്ങണം. കർത്താവേ രോഗത്തോടെ ഭാരത്തോടെ ഇന്ന് പകൽക്കാലം ഇതിന് നടുവിലായിരിക്കുന്നവരുണ്ട്. വിട്ടുമാറാത്ത തലവേദനകൾ അത് മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത തലവേദന ഉള്ളവരൊന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. വൈകുന്നേരം സമയമാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരുന്ന ചിലരുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോൾ സ്പെഷ്യലി പ്രാർത്ഥനയ്ക്കുള്ള ടൈം ആകുന്ന സമയത്ത് അവൻ തലവേദന കൊണ്ട് അവൻ ഒന്ന് കിടന്നാൽ മതിയെന്ന അവസ്ഥയിലോട്ട് അവൻ തള്ളപ്പെടുന്നവർ, കർത്താവേ ഞാൻ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത തലവേദനകൾ അവൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് വൈകുന്നേരം സമയങ്ങളാകുമ്പോൾ വല്ലാത്ത തലവേദനയാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോലും ഒരുക്കപ്പെടാൻ കഴിയാതെ ഇവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം
ദൈവം ആത്മാവിന്റെ ശക്തിയെ പകർന്ന് ഞാൻ ഇവരെ ബലപ്പെടുത്തുക. അഭിഷേകത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിന്റെ മേൽ വിടുതലായി ഇപ്പോൾ ചലിക്കട്ടെ. Be healed in the name of Jesus. കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ഈ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. രേബല ശേധരഗലബ ലന്ധുരബ ശംധര ലേഥേരഗലധുരബലബ ശംധരാലധേരഗ രഗലധുരബ. കർത്താവിന്റെ സൗഖ്യത്തെ അവരുടെ മേൽ സ്വർഗ്ഗം അയച്ചതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ ആമേൻ, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നെഞ്ചുവേദനയുടെ പ്രയാസത്താൽ ഹല്ലേലൂയ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. റബല ശേധരേബ. അങ്ങനെ നെഞ്ചുവേദന വന്നിട്ട് ചില സമയത്ത് നെഞ്ചുവേദന വന്നിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവരൊന്ന് കരം ഉയർത്തി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാം. റബല ശേധരേബ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഇവരുടെ മേൽ ഇറങ്ങട്ടെ. ഈ കരം ഉയർത്തിയ വ്യക്തിയുടെ മേൽ കർത്താവേ, അവരുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗത്തിൻ്റെ മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മേൽ കർത്താവിൻ്റെ സൗഖ്യത്തെ കൽപ്പിക്കുന്നു ഇപ്പോൾ. Be healed in the name of Jesus. നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളെ ഞാൻ അധികാരത്തോടെ ബ്രേക്ക് ചെയ്യുന്നു. വിടുമാറുക. സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മഹത്വം ചലിക്കണം. ദൈവിക സാന്നിധ്യം സ്വാതന്ത്ര്യമായ ഞങ്ങളുടെ മക്കളുടെ മേലെ ഇറങ്ങട്ടെ കർത്താവേ. ഇവർ വിടുതലിൽ നിലനിൽക്കണം. റബല ശേധരബ ലഥറാബ ശേധരം ജുരബലബ. കർത്താവ്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ട് കർത്താവെ കഴിയാതെ പലപ്പോഴും മടുപ്പുകളാൽ പുറകിലേക്ക് വലിക്കപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, ആത്മനദിയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ജനത്തെ സ്പർശിക്കട്ടെ. ചലിക്കുന്ന സകലതും ജീവിക്കത്തക്കവണ്ണം മഹത്വം ഇറങ്ങണം. ഞാൻ ഞങ്ങളുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. തളർന്നു പോകാതെ കർത്താവേ ആമേൻ, തക്ക സമയത്ത് പ്രതിഫലങ്ങളെ കൊയ്യുവാൻ, തക്ക സമയത്ത് കൊയ്ത്തിനായി അങ്ങയുടെ ജനത്തെ അവിടെ നിന്ന് ഒരുക്കണം. ബ്ലസ് ചെയ്യുന്നു. മഹത്വം ചലിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം വലിയവ ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിടുതൽ നിങ്ങളുടെ ശരീരങ്ങൾ അനുഭവിക്കും, നിങ്ങളുടെ ആത്മമണ്ഡലത്തിന് അനുഭവിക്കും.